ജയാസ് വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളാണല്ലോ, നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണല്ലോ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയും നാൾ. അപ്പോൾ 2 ദിവസമായിട്ടും ഞങ്ങൾ ആശുപത്രി വാസമല്ലേ, അപ്പം നമ്മൾ ആശുപത്രിയിലെ കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതല്ലേ നിങ്ങളും അതൊക്കെയല്ലേ ആലോചിച്ചിരിക്കുന്നത് അല്ലേ. നമ്മുടെ ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വിഷമിച്ചിരിക്കുന്ന ഒത്തിരി സബ്സ്ക്രൈബേഴ്സുണ്ട്, കൂട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അത് അറിയിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം. അന്നേരം ഇന്ന് രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് എന്നും രാവിലെ തന്നെ ഇങ്ങോട്ട് പോരും. അതിരാവിലെ ഇങ്ങോട്ട് പോന്നിട്ട് ചോറും എല്ലാം വെച്ചിട്ട് അവൾക്കും മൂത്ത ചേച്ചി അവിടെ ഉണ്ട്. ഇന്നലെ 2ാമത്തെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അവൾ ഇന്നലെ പോയി, ഇനി നാളെ അവൾ വരും. നാളെ വന്നിട്ട് അവിടെ നിൽക്കും. അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇച്ചിരി ഒരു ആശ്വാസമായിട്ട് തോന്നുന്നുണ്ട്. ഡോക്ടർ ഒരു 10:30 ആകുമ്പോഴേ വരത്തുള്ളേ. അപ്പം കുറച്ച് ആശ്വാസമൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് ചോറും കുറച്ച് കറികളും എന്തെങ്കിലുമൊക്കെ ആക്കി. ഒത്തിരി കറിയൊന്നുമല്ല, ചേട്ടന്മാർ പറഞ്ഞിട്ടുണ്ട് ഒന്നും വേണ്ടെന്ന്. പക്ഷെ നമുക്കങ്ങനെ തോന്നത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ രാവിലത്തെ വൈകിട്ടത്തേക്കുള്ളത് ഉണ്ടാക്കി എല്ലാം കൂടെ ആക്കിയിട്ട് ഞാനൊരു 10 മണി ആകുമ്പോഴത്തേക്കും തിരിച്ചങ്ങ് പോകും, ആശുപത്രിയിലോട്ട് പോകും. അപ്പോൾ ഇന്നലെ ഞങ്ങൾ 2 പേരും ചേച്ചി ഇട്ടിട്ടില്ലായിരുന്നു വീഡിയോ, ഞാനും ഇട്ടില്ല. നമുക്ക് അതിനുള്ള ഒരു സുഖമില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മളെല്ലാവർക്കും അറിയാമല്ലോ, എന്നും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നില്ല. അപ്പം എല്ലാവരും തിരക്കിയായിരുന്നു കേട്ടോ. എല്ലാവരും അമ്മയ്ക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വളരെ സന്തോഷം കേട്ടോ. അപ്പം ഇവരെന്താണേലും ഞാൻ എല്ലാ വീഡിയോയിലും പറയാം കേട്ടോ. കാരണം എല്ലാവർക്കും അറിയാൻ ഒരു ആഗ്രഹങ്ങളില്ല. ഇപ്പം ഞാൻ എന്നടുത്തെന്ന് വെച്ചാൽ അച്ചിങ്ങ അടുത്ത് പെട്ടെന്ന് ഒരു മെഴുക്കോത്തി അങ്ങ് വെച്ചു. ഇപ്പം ചേട്ടന്മാർ ഇവിടെ ഉണ്ടല്ലോ, എൻ്റെ ചേട്ടനും മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവർക്ക് അച്ചിങ്ങ മെഴുക്കോത്തി രാത്രി പിന്നെ ചേട്ടൻ ചപ്പാത്തി മേടിച്ചിട്ട് ഉണ്ടാക്കും. ഞാൻ കറി ഇത്രയും 2 ദിവസമായിട്ട് കടലക്കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് ചേട്ടൻ തന്നെ ചൂടാക്കിയിട്ട് അവർ രണ്ടും കൂടെ അതൊക്കെ നോക്കിക്കോളും രാത്രിയിലത്തെ കാര്യങ്ങൾ. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് രാത്രിയിലേക്ക് ഞാൻ ഇന്നലെ ഗോതമ്പ് ദോശയും മുളകും കൂടെ അങ്ങ് കൊണ്ടുപോയി. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ അതും പിന്നെ ഏത്തപ്പഴവും കൂടെ അവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ ഇന്നിപ്പം ഞാൻ ഓർത്തു ഇന്നും ഗോതമ്പ് ദോശ മതിയെന്ന് അവൾ പറഞ്ഞു. പെട്ടെന്ന് ഉണ്ടാക്കുന്ന വെച്ചാലേ നമുക്ക് റെഡിയാക്കാൻ പറ്റും. അതും ഉണ്ടാക്കി കട്ട ചമ്മന്തിയും കൂടെ അരച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അതും എടുത്ത് പാഴ്സൽ ചെയ്ത് ചോറ് 2 പൊതി ചോറും അച്ചിങ്ങ മെഴുക്കോത്തിയുണ്ട്, പുളിശ്ശേരിയുണ്ട്. ഞങ്ങൾക്ക് അധികം കറിയൊന്നും വേണ്ട. അല്ലെങ്കിൽ ഓരോ സന്ദർഭത്തിൽ വേണ്ടേ നമ്മൾ കഴിയാനും. ഓരോരോ സന്ദർഭത്തിൽ ഓരോരോ രീതി നമ്മൾ കഴിയണം അല്ലേ. അപ്പം നമുക്ക് നമ്മുടെ അമ്മയല്ലേ ഏറ്റവും വലിയ, കറിയിലോ കാര്യത്തിലോ ഒന്നും അല്ല നമ്മൾക്ക്. പിന്നെ നമ്മൾ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയെ നോക്കണമെങ്കിൽ നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ പറ്റുമോ? ശരിയല്ലേ ഞാൻ പറഞ്ഞ? അതുകൊണ്ടാണ്. അല്ല നമുക്കിപ്പോൾ കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത്ര വിഷമത്തിലായിരുന്നു ഞങ്ങൾ. അപ്പം ഇന്നിപ്പം 10:30 ഡോക്ടർ വരും. ഇന്ന് രാവിലെ നമുക്ക് നോക്കിയിട്ടൊരു ചെറിയൊരു ആശ്വാസം തോന്നുന്നുണ്ട്. അന്നേരം ഇന്നലെ വീഡിയോ ഇടാത്തത് ഒട്ടും ഒരു മനസ്സിന് സുഖയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. അപ്പം ഇന്നലെ എല്ലാവരും തിരക്കി. ഞാനപ്പോൾ ആരുടെയും കമൻറ്റിന് മറുപടി വിട്ടിട്ടില്ല. എല്ലാവർക്കും അത് മറ്റേ ഇത് മാത്രം ക്ലിക്ക് ചെയ്തത് മാത്രമേ ഉള്ളൂ കേട്ടോ. ആരും ഒന്നും വിചാരിക്കില്ല മറുപടി ഇടാത്തതിന്. അപ്പോൾ അവളും അതുപോലെ തന്നെ കേട്ടോ. അവളും വീഡിയോ ഇന്ന് എങ്ങനെങ്കിലും ഒക്കെ ഒപ്പിക്കും. കാരണം ഞങ്ങൾ 2 പേരും ഇന്നലെ വീഡിയോ ഇട്ടില്ലല്ലോ. പിന്നെ ആശുപത്രിയിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ 10:30 ഡോക്ടർ വരുമ്പോഴേ. ഇന്നലെ വന്നു നോക്കി ആൻറ്റിബയോട്ടിക്കാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പം എല്ലാവരോടും പറയുകയാണ് കാല് വെറുതെ ഇട്ട് ചൊറിയല്ലോ കേട്ടോ. ചൊറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇതായിട്ട് ഓയിൽമെൻറ്റോ എന്തെങ്കിലുമൊക്കെ മേടിക്കും. പിന്നെ ഓരോ കാരണങ്ങൾ, പ്രായമൊക്കെ ആയാലും ഓരോ കാരണം ഉണ്ടാവുമല്ലോ. അമ്മയ്ക്ക് ഇന്ന് വരെയും ഒരു പ്രശ്നമില്ലായിരുന്നു, അമ്മ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഞാനിതെല്ലാം പെട്ടെന്ന് ആക്കി. ഇപ്പം ഞാനിവിടെ ഇത് ചെയ്യുന്നതുകൊണ്ടാണ്, കുറച്ച് ഇടുന്നതുകൊണ്ടാണ് ഇത്രയും നേരം എനിക്ക് നിന്ന് സംസാരിക്കാൻ പറ്റുന്നത്. ചോറ് ഞാൻ വന്ന ഉടനെ ഇറക്കി അങ്ങ് വെച്ചു. എന്നിട്ട് കുളിയും കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നമ്മൾ വരുന്നതല്ലേ, കുളിയും കഴിഞ്ഞാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം എല്ലാവരും അവനവനെ കൊണ്ടാകുന്ന 2 ചേട്ടന്മാരും ചെയ്യുന്നു. പാത്രങ്ങളും എല്ലാം കഴുകിയെല്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ മിഷനകത്ത് തുണിയൊക്കെ ഇന്നലെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം വിരിച്ചുമൊക്കെ ഇട്ടു. ചേട്ടന്മാർ 2 പേരും ഇവിടെ പാത്രം അവനവൻ്റെ തന്നെ എല്ലാം കഴുകുന്നു. പിന്നെ കൊച്ചിന് കോളേജിൽ പോകണ്ടായിരുന്നു, ഇന്ന് അവധിയാണല്ലോ. അതുകൊണ്ട് ഇന്നും കൂടെ അങ്ങനെ കിട്ടി. പിന്നെ നമ്മുടെ വെള്ളം നല്ല വരവുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പം ഒരു കലക്കലിന് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ, കുറവുണ്ട്. കലക്കൽ വലുതായിട്ടില്ല.
അപ്പം ഞാനിതെല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ. ഞങ്ങൾ രാവിലത്തേക്കുള്ള ഭക്ഷണം എന്താ പാഴ്സൽ മേടിച്ചായിരുന്നു. അപ്പവും കടലക്കറിയും പിന്നെ അതിന് ചമ്മന്തിയും തന്നിട്ടുണ്ട്. വൈകിട്ടത്തേക്ക് ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കി വെച്ചു, കട്ട ചമ്മന്തി ഉണ്ടാക്കി. അപ്പം ഞാൻ തിരിച്ച് വീട്ടിലോട്ട് അല്ല ഹോസ്പിറ്റലിലോട്ട് പോന്നു. ദാ അമ്മ ഇരിക്കുന്നു. നമുക്ക് ഇന്ന് ഇച്ചിരി ആശ്വാസമില്ലേ? ഇച്ചിരി ഒരു ഞങ്ങൾക്ക് നോക്കിയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്കൊരു ശകലം കുറവ് പോലെ കേട്ടോ. എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക, കുഴപ്പമില്ല, ഇന്ന് ഇച്ചിരി കുറവുണ്ട്. അപ്പം ഞാൻ എല്ലാ സാധനങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കുള്ള ചോറും അല്ല അപ്പം ഇവിടെ പറയുമായിരുന്നു, 2 പേർക്കുള്ള ചോറും പിന്നെ രാത്രിയിലത്തെ ഭക്ഷണവും എല്ലാം ഞാൻ കൊണ്ടുപോകുന്നു. അവിടുന്ന് ഞങ്ങൾ അവിടെ വഴിയിലൊക്കെ കുറച്ച് വെള്ളമുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ചേട്ടൻ എന്നെ കൊണ്ട് ഒച്ചുമോനവിടെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ കൊണ്ട് വിട്ടു, ഓട്ടോറിക്ഷയിൽ ഇവിടെ കൊണ്ട് വിട്ടു. അതുകൊണ്ട് ഇങ്ങ് സ്പീഡിൽ ഇങ്ങ് പോന്നു. പിന്നെ ഇപ്പം ഡോക്ടർ വന്നിട്ടില്ല, ഡോക്ടർ വരും ഇപ്പം ഇച്ചിരി കഴിയുമ്പോൾ. ഇപ്പം ഇച്ചിരി ആശ്വാസമുണ്ട് കേട്ടോ, ആരും വിഷമിക്കേണ്ട, ഇച്ചിരി ആശ്വാസമായി. പിന്നെ ഭയങ്കര മഴയായിരുന്നു ഇന്നലെ, എല്ലാവർക്കും മഴയില്ലായിരുന്നോ? നമ്മുടെ വഴിയിലോട്ട് വെള്ളം കയറിയിട്ടില്ല, കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെള്ളം കയറി കിടപ്പുണ്ട്. ഞാൻ പിന്നെ പോയി വേഗം പോയി കുളിയെല്ലാം കഴിഞ്ഞ് ചേച്ചി ഇവിടെ ഉണ്ട്, അവൾ കുളിക്കുന്നു. കുളിച്ചിട്ട് അവളിപ്പം വരും. അവളായിരുന്നു ഞാൻ വീട്ടിലോട്ട് പോകുമ്പോൾ അവളിവിടെ ഇരിക്കുമായിരുന്നു. ഇനി ഞാൻ ഇന്ന് പോകത്തില്ല, ഞാൻ നാളെ പോകത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസമൊക്കെ നമ്മൾ കഴിഞ്ഞു പോകുന്നു. നമ്മുടെ അമ്മ ഇത് എത്രയും പെട്ടെന്ന് സുഖമായിട്ടിരുന്നാൽ മാത്രം മതി, അത്രേ ഉള്ളൂ. ഞങ്ങളിവിടെ 3-ാം നിലയാണ് കണ്ടോ. ഇതിൻ്റെ അപ്പുറത്തെ വശം ഇങ്ങനെ അവിടെ പാർക്കിംഗ് ആണെന്ന് തോന്നുന്നു. ഹോസ്പിറ്റലിൻ്റെ തന്നെ വെൽഫാസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, പാർക്കിംഗ് ഏരിയ എന്നും പറഞ്ഞ്. അവിടെ തന്നെ ഇവിടെ കിടക്കുന്നതുകൊണ്ട് മഴ അറിഞ്ഞു, രാത്രി പെയ്യുന്ന മഴയൊക്കെ. വീട്ടിലാണെങ്കിൽ ഒറ്റ മഴ അറിയത്തില്ല. ആകം നമ്മുടെ വീടിനകത്ത് പൂട്ടിക്കിടന്നാൽ വല്ലതും അറിയുമോ? അതുകൊണ്ട് ഇവിടെ മഴയൊക്കെ അറിയുന്നുണ്ടായിരുന്നു. നല്ല മഴയായിരുന്നു രാത്രി മുഴുവൻ. അപ്പം ഞാൻ ഇവിടെ വന്നതെല്ലാം പറഞ്ഞല്ലോ. അപ്പം വീട്ടിലോട്ട് ചെന്നപ്പോൾ ഒരു മോശം ചീത്ത 2 ചേട്ടന്മാരും കൂടെ. നിങ്ങളെന്താ അമ്മയ്ക്ക് ആശ്വാസമായില്ല, ഇന്നലത്തെ ദിവസം പോട്ടെ. അപ്പം ഞങ്ങൾ ഇന്നും വീഡിയോ ഇടുന്നില്ലെന്ന് വെച്ചിരിക്കുമായിരുന്നു. അപ്പം 2 ചേട്ടന്മാരും കൂടെ, എൻ്റെ ചേട്ടനും ഇവിടെ ചേട്ടനും കൂടെ, ഞാൻ രാവിലെ വീട്ടിൽ പോയല്ലോ, പോയപ്പോൾ എന്നെ കുറേ ചീത്ത വിളിച്ചടി, കുറേ പറഞ്ഞു. എത്രയും സബ്സ്ക്രൈബേഴ്സും ഇത്രയും കൂട്ടുകാരും നിങ്ങൾക്ക് 2 പേർക്കും ആയി, എന്നിട്ട് നിങ്ങൾ ഇന്ന് വീഡിയോ ഇടാത്തത് ഒരു ഭയങ്കര അമ്മയ്ക്കൊരു ആശ്വാസമായല്ലോ. പിന്നെ നിങ്ങൾ എന്താ വീഡിയോ ഇടാത്തത്? അവരാണേലും പ്രതീക്ഷയോടെ അമ്മയുടെ കാര്യത്തിന് വേണ്ടി നോക്കിയൊക്കെ ഇരിക്കുമല്ലോ. അതുകൊണ്ട് ഇന്ന് മര്യാദയ്ക്ക് വീഡിയോ ഇട്ടണമെന്ന് പറഞ്ഞ് വാണിംഗും ചെയ്താണ് ഇങ്ങോട്ട് വിട്ടത്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് വീഡിയോ ഇടുന്നത്. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കും അണ്ട തള്ള അവിടെ കിടക്കുന്നു, മക്കൾ 2 ദാ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്നു, ഒന്നുമല്ല കേട്ടോ. നമുക്ക് നമ്മുടെ ആൾക്കാർ നമ്മളെ നോക്കിയിരിക്കല്. എന്നിട്ടൊരു ഹോസ്റ്റൽ മെത്തയില്ലേ, അതുമൊക്കെ എടുത്ത് എനിക്ക് തന്നു വിട്ടേക്കുന്നത്. എന്നാ നിലത്ത് കിടക്കുന്നത് ഇവിടെ കിടക്കുന്ന എല്ലാം ഒരുപോലെ തന്നെയാണ്. താഴെ ആകുമ്പോൾ ഒരു ഷീറ്റല്ലേ വരുന്നുള്ളൂ. അപ്പോൾ അതോട് ഇട്ടിട്ട് കിടന്നേച്ചാൽ മതിയെന്നും പറഞ്ഞ് തന്നു വിട്ടിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ വല്ലതും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു 2 കൂടെ. എന്നിട്ട് ഞാൻ ശരി എന്നും പറഞ്ഞ് നമ്മൾ ഓട്ടോയിലില്ല, അപ്പം എല്ലാത്തിനും നമുക്ക് കൂടെ വരാമല്ലോ. അപ്പോൾ ഇനി ബാക്കി ഡോക്ടറൊക്കെ വന്ന് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയാം അല്ലേ. അപ്പോൾ ഇതാ ഞങ്ങൾ അമ്മയ്ക്ക് ചോറ് കൊടുത്തു കേട്ടോ. ഇതാ അവൾ അടുത്തിരുന്നുകൊണ്ട് ചോറ് അമ്മ തന്നെ പിടിച്ചോളും. പിന്നെ ഇപ്പോൾ ഡോക്ടർ വന്നായിരുന്നു. ഡോക്ടർ വന്നിട്ട് വലിയതായിട്ടൊന്നും പറഞ്ഞില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല ഞങ്ങളുടെ വിശ്വാസം ഡോക്ടറോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല, കുറവുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ. ഇതാ അവളെന്നാണെങ്കിലും സന്തോഷം കൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഉണ്ടോ, നമുക്കതല്ലേ കേൾക്കുമ്പോൾ സന്തോഷം അല്ലേ അമ്മേ? അല്ലേ? കഴിച്ചോ? കഴിക്കുക കേട്ടോ, അമ്മ കഴിക്കുവാണ്. അമ്മ കഴിക്കട്ടെ കേട്ടോ, എന്നിട്ട് ഞങ്ങൾ കഴിക്കും അമ്മയ്ക്ക് കൊടുത്തിട്ട്. അപ്പോഴേ ഞങ്ങളിത് ഞങ്ങളുടെ പൊതിയൊക്കെ അയച്ചു കേട്ടോ. ഇതാ ഞങ്ങളുടെ ചോറ്, ഇതാ ഞങ്ങൾ വഴക്കിടാതിരിക്കാൻ പകുതി കഴിക്കുന്നത് കേട്ടോ. ഇതേ മെഴുക്കുവരട്ടി, കറിയുണ്ട്, അച്ചാറുണ്ട്. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ഇത് എപ്പോഴായി വീഡിയോ വരുന്നത് നമുക്കറിയത്തില്ല. അപ്പം ടാറ്റാ.